ഹലോ, എന്താ ഞാൻ ഈ കുപ്പിയും പാട്ടയും പിടിച്ചിരിക്കുന്നതെന്നാണോ? ഒക്കെ ഉണ്ട്, കാണിക്കാവേ. പണ്ടൊക്കെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ മെഴുകുതിരി കൊളുത്തി വെച്ചോണ്ടിരുന്ന ഒരു പഴയ ജാമിന്റെ കുപ്പി ഇത്. കുറച്ച് നാളെ ഇവനെടുത്തങ്ങ് ക്രാഫ്റ്റ് ചെയ്താലോന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് സമയം ഒത്തു കിട്ടിയേ. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? ഈ പേപ്പർ നമ്മൾക്ക് പെയിന്റ് മേടിക്കുന്ന കൂട്ടത്തിൽ കിട്ടുന്ന കേട്ടോ. നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെച്ചേരെ, കാരണം ഷെയ്ഡ് മിക്സിംഗ് ഒക്കെ ഇതിൽ നോക്കി നമുക്ക് ചെയ്യാലോ. കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് അവസാനം വരെ കണ്ടുള്ളൂ കേട്ടോ, കാരണം അധികം ചിലവൊന്നും വരുവല്ലാത്ത ഒരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ഇത്. നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഉണ്ടായാൽ മാത്രം മതി. പിന്നെ ഇത് ഇതുപോലെ ഉപേക്ഷിച്ചിട്ടേക്കുന്ന ഒരു കുപ്പി ഉണ്ടെങ്കിൽ ധാരാളം. പെയിന്റ് അടിച്ച് തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മെഴുകിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ആ കുപ്പിയിൽ മുഴുവനും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാച്ചിനെസ് വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ 2 കോട്ടടിച്ചപ്പം ഓക്കെ ആയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റിമ്മിൽ റെഡ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറി കൊടുക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ചെറി പഴം ഞാൻ വരച്ച് വെച്ചു. പിന്നെ ഇതുപോലൊരു ബ്രഷ് എടുത്ത് മേളിലത്തെ തണ്ടും കൂടെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വരച്ചേക്കുന്ന ചെറുക്കെല്ലാം പല പല സൈസാണ് കേട്ടോ. ചെറുത് ചെറുത് ഭയങ്കര വലുത്, അങ്ങനെയൊക്കെയാണ് ഞാൻ വരച്ചേക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, ഒരേ സൈസിൽ വരയ്ക്കാതെ. കുപ്പിയുടെ അടിയിൽ ഒരു എംപ്റ്റി സ്പേസ് വരണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഹാർട്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് വരച്ച് കഴിയുമ്പം നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മണി പ്ലാന്റ് ആണ്. അതിന് ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് മണി പ്ലാന്റ് കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പോട്ടെ, ടാറ്റാ.